എവിടേക്കപ്പത്? ആ പോട്ടയുണ്ട്, വേറെ പോട്ടയുണ്ട്. ഓ എന്റെ ഒരു ട്രൗസറും ഫോണും. ഈ കുട്ടിയല്ലേ കിള്ളക്കുട്ടി അല്ലേ? എവിടേക്ക് പോണ്? ഞാൻ എന്റെ വിലയ്ക്ക് വന്നിക്കണം. പിന്നെ കള്ളിക്ക് കുടിക്കോ? ഞാൻ കുടിക്കണ്ട കള്ള് ഞാൻ മര്യാദക്ക് പോയി കഴിഞ്ഞിട്ടാ ചേട്ടൻ പണി. അതിന്റെ ഒരു ട്രൗസർ ഇന്നെന്റെ കയ്യിൽ കിട്ടും. കിട്ടോടാ പോടാ. ഞാനിപ്പോ ഒരു വഴിക്ക് പോവായി, അല്ലെങ്കിൽ ശരിയാക്കി തന്നിരുന്നു നമുക്ക്. കാലുമക്കാലും കയറ്റി വെച്ച് ഇരിക്കാണ് തന്ത. പണ്ടേ എന്താ ഇരിപ്പ്. ഞാനവിടെ ചെറ്റക്കുടില് കിടക്കുക, നിങ്ങളിവിടെ വാർപ്പിന്റെ വീട്ടില് അല്ലേ? ഉസറും പുളി ഉണ്ടോ നിങ്ങക്ക്? ഉണ്ടാ? എന്റെ തന്തേന്ന് പറയാ ഉസറും പുളി ഉണ്ടോന്ന്? ഉണ്ടാ? ഉണ്ടാവൂല. തന്തേ വാസു സൂസ മര്യാദക്ക് പോയിക്കോയി. അന്നെ മര്യാദക്കാ വന്നത്. അനക്ക് കള്ള് തലക്ക് പിടിച്ചാൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണിത്. മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോട്ടാ. മര്യാദക്ക് എന്തൊരു അബദ്ധാണ് ഇപ്പൊ ഇത്. ഞാനൊരൊറ്റ കാര്യല്ലേ പറയണുള്ളൂ. എന്ത്? മര്യാദക്കിന്റെ മോനേന്നൊരൊറ്റ വിളി, ഒറ്റ വിളി. രണ്ടാമതൊരെണ്ണം ദുന്യാവില് നടക്കുന്ന കാര്യം വല്ലതും പറയടോ, പോയിക്കോടോ. ഞാൻ പറഞ്ഞില്ലേ രണ്ടാമതൊരെണ്ണം. ഒറ്റ വിളി. ഈ മര്യാദക്ക് പോയിക്കോടുന്നുട്ടാ. നിങ്ങൾ ഇന്ന മര്യാദ പഠിപ്പിക്കാൻ. ഞാൻ മര്യാദക്ക് എന്റെ കുടിയിൽ എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ കൂടി അപ്പൊ അത് ഇന്ത്യയും കൂടി ആവുമോ? ഒലക്കാവും. മര്യാദക്ക് പോയിക്കോ. ഈ മുറ്റത്തുനിന്ന് മര്യാദക്ക് പോയിക്കോ. നിനക്ക് കള്ള് തലക്ക് കയറി ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണിത്. മര്യാദക്കന്നെ ഞാൻ പോവുള്ളൂ, മര്യാദക്കന്നെ ഞാൻ വരുള്ളൂ. ഇവ രണ്ടെണ്ണം മേടിച്ച പോവെന്ന് തോന്നുന്നത്. നിങ്ങള് വല്ല മര്യാദക്കാരനായതുകൊണ്ടല്ലേ. ഈ മര്യാദക്ക് നിർത്തിക്കോട്ടോ. ദിവസമായി തുടങ്ങി മണ്ടല്ലേന്ന് ഞാൻ പറയട്ടെ. ഫസ്റ്റ് മകൻ. ഓക്കെ, എന്റെ അമ്മ ഇവിടെ പണിക്ക് വന്നപ്പോ ഛർദിക്കാൻ വന്നപ്പോ നിങ്ങളൊന്ന് പുറഞ്ഞൊടിച്ചു എന്നാ കേട്ട് അല്ലേ? ആ ഛർദില് എന്റെ അച്ഛന്റെ എല്ലാം നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അരുതാ നിങ്ങളതല്ലേ? ആ മോനല്ലേ ഞാന്. കുടിക്കും, എന്റെ അച്ഛനും കുടിക്കും. എന്നിട്ട് എന്താ അങ്ങോട്ട് പറഞ്ഞു തന്നൊക്കെ എനിക്ക്. എന്റെ അമ്മ ഇവിടെ പണിക്ക് വന്നിരുന്നു. ഒന്ന് പോയി നിങ്ങളെ കുടിക്കൂലെങ്കിൽ എനിക്ക് തിന്നാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ല നിങ്ങളെപ്പോലല്ലേ ഇന്നെപ്പോലെ ഒരു മകൻ എവിടെ ഉണ്ടാവുന്നു? ഒരു പഴം വാങ്ങിച്ചിട്ട് പകുതി ഇങ്ങക്കും പകുതി ഇക്കും. അല്ല ഇത് നിങ്ങൾക്ക് കൊടുത്താ ഞാന് വേണോ? ഇതിന്റെ അച്ഛൻ തിന്നോളി. കൊണ്ട് പോടാ എന്റെ ഒരു പഴം. എല്ലാത്തും നിങ്ങൾക്ക് തരാൻ കൊണ്ടുവന്ന വെച്ചാ മകനേന്നൊരൊറ്റ വിളി വിളിക്കണമെന്ന് ഇതുപോലെ ഒരു 1.5 പഴം. എന്തൊരു തലവിധിയാണിത്. എന്നാലും നിങ്ങൾ എന്റെ അമ്മന്റെ പുറം നിങ്ങളല്ലേ അത്? സത്യം പറഞ്ഞോളി. ഈ വാസു വൃത്തിയോട് പറയരുതട്ടാ. പഴം തിന്നായിരിക്കല്ലേ. ഒന്ന് പോടാ അവിടുന്ന്. ഈ പഴം തിന്നണത് ഒരു വൃത്തികേടാണോ? ഒരു തലവിധി അത്. അല്ല നിങ്ങൾ പോടാ. ഞാൻ പോവാൻ വന്നത് തന്നെ. എന്റെ പെങ്ങളൊട്ടില്ല ഇവിടെ. അവിടെ ഞങ്ങളെ ഓരോ ചോരയുടെ. എന്നാലും നിങ്ങൾ എന്റെ അമ്മന്റെ പുറം. ഒരു കുഴപ്പം ഒരു മനുഷ്യനക്ക് എത്താല്ല. അന്തേ പഴം ഇവിടെ തീരാറായി. നിങ്ങൾക്കിത് വേണോ? അയ്യോ എന്റെ ഒരു പഴം. അല്ല പഴാണ്. അല്ല എന്റെ പെങ്ങളെവിടെ? എന്തൊന്ന് പോയിക്കള. എന്റെ വെളുത്ത പെങ്ങളെ. എന്തൊരു പെങ്ങള് നാട്ടുകാര് കേട്ടാ എന്താ കേട്ടാലും എന്റെ പെങ്ങള് വെളുത്ത പെങ്ങളല്ലേ. ഈ മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോട്ടെ. എന്റെ പെങ്ങളെ ഒരു നോക്ക് കണ്ടിട്ടു. ഈ കള്ളുകൊണ്ടുള്ള ഒരു കുഴപ്പേ. ഒരു തുള്ളി വെള്ളം കിട്ടുമോ? ഇറങ്ങണില്ല സങ്കടം കൊണ്ട്. ഇവിടെ ഒരു വെള്ളമില്ല. മര്യാദക്ക് പോയിക്കോടുന്നു പോര്.
എവിടേക്ക് എന്റെ പെങ്ങളെന്ന് വിളിച്ചാൽ ഓൾ തെരിക്ക് വെള്ളം. അല്ല ഇത് ആൾക്കാര് കേട്ടാ എന്താ വിചാരിക്കുന്നത്? കരി കേട്ടാ നിങ്ങള് പൊറൊഴിയാൻ പോയിട്ടല്ലേ? ആ കാലത്ത് നിങ്ങള് പൊറൊഴിഞ്ഞിട്ടല്ലേ? എന്റെ അച്ഛൻ വൈകുന്നേരം വന്ന എന്നും എന്റെ അമ്മനെ അടിച്ചിട്ട് പറയും മായും കുട്ടിന്റെ കുട്ടിയാണ്. അച്ഛനും കള്ളു കുടിക്കും, മോനും കള്ളു കുടിക്കും. എന്റെ പെങ്ങളുട്ടി അവിടെ പെങ്ങളുട്ടിയെ എന്റെ മോളെ അന്റെ ഇക്കാക്ക വന്നിക്കണടി. ഇന്റെ വെളുത്ത പെങ്ങളുട്ടിയെ തന്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി വന്നതാടി ഇക്കാക്ക. നമ്മളെ ചോര ഒന്നല്ലേ? വാസു ഒന്ന് പോയിക്കടാ. വാസു അല്ല സൂസു. ഇങ്ങള് പൊറഞ്ഞിട്ടല്ലേ? ഞാൻ പോവാ, ഇനി നാളെ വരുള്ളൂ. പെങ്ങളുട്ടിയെ പോട്ടെ. നിങ്ങക്ക് ഓർമ്മണ്ട എന്റെ പെങ്ങളുട്ടീനെ സ്കൂൾക്ക് എത്ര പ്രാവശ്യം ഞാൻ കൊണ്ടാക്കിക്കണത്? ഞാനിവിടെ വെള്ളം തിരിക്കാൻ വരുമ്പോഴും തോട്ടം കൊത്താൻ വരുമ്പോഴും ചാമ്പക്ക പറിച്ചു കൊടുത്തില്ല എന്റെ കുട്ടിക്ക്. ഓർമ്മ ഉണ്ടാ? അത് മതി സമാധാനം. എന്റെ കുട്ടിയൊക്കെ ഓർക്കണ്ടല്ലോ. എന്നാലും ഈ തന്ന എന്റെ അമ്മനെ പൊറഞ്ഞത് ഓർക്കണില്ലല്ലോ എന്ന് ഓർക്കല്ലേ തന്ത ഒറ്റ വിളി. പങ്കാളുട്ടിയ വാസുവല്ല ഇക്കാക്ക. ഇങ്ങോട്ട് ഇറങ്ങിയിട്ടല്ല കേറിയിട്ടല്ലേ പോവാ. എന്നാ ഞാൻ പോട്ടെ. ഒറ്റ വിളി വിളിക്കാം. അത് പിന്നേക്ക് വെക്കണ്ടല്ലോ, എപ്പിയും വിളിക്കാമല്ലോ. വലിയും വണ്ടി ഒന്ന് പോയി ഇക്കാക്കാനെ തച്ച പഠിച്ചോമ്പാന്ന് ശിക്ഷ കിട്ടു കേട്ടോ. കുറ്റിച്ചൂലോണ്ട് അടിയുള്ള എനിക്ക് ഇഷ്ടമില്ല. വാസു പോയിക്കോട്ടെ, വാസു പോയിക്കോട്ടെ. ഞാൻ ശരി, നാളെ കാണാം. സമയം ഒരുപാടായി. നാളെ കാണാം, നാളെ കാണാം, നാളെ കാണാം. പെങ്ങളുട്ടിയെ ടാറ്റ. ടാറ്റ കൊണ്ടഞ്ഞ ഞാനത്ര നമ്മൾ ഒരേ ചോരയില്ലാതെ ഓ എന്നല്ലേ പോയിക്കണ്ട്. നിങ്ങളിന്റെ അമ്മന്റെ പുറഞ്ഞോട്ട് അമ്മന്റെ പുറഞ്ഞിട്ടല്ലേ എന്നും ഇങ്ങനായ എന്താ എന്റെ അമ്മന്റെ വലിയൊരു ആപത്തായിട്ടുള്ളത്. മോളെ അനക്ക് കേക്കണ കഥ. ഈ ചെക്കന്റെ അമ്മ കാളി ഇവിടെ പണിക്ക് വന്നിരുന്നല്ലോ. അപ്പൊ ഇവൻ ചെറിയ കുട്ടിയായിരുന്നു. ഓനിയായിട്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിരുന്നത്. ഈ കുട്ടിയാണെങ്കിൽ നമ്മളെ മനാഫിന്റെ മാതിരി കണ്ട അങ്ങനെ ഒരു കുട്ടി അതിനോടൊരു ഇഷ്ടം ഇങ്ങനെ തോന്നിയപ്പോ ഞാൻ അതിനെ മോനെ മോനേന്ന് വിളിക്കും, മോനെ മോനേന്ന് വിളിക്കും. ഇത് ചിലപ്പോ എന്റെ അച്ഛനുണ്ടാവും കൂടെ. മോനെ മോനേന്ന് വിളിച്ചിരുന്നത് നമ്മളങ്ങനെ ആ നിലക്ക് വിളിച്ചിരുന്നതാണ്. പിന്നെ ഈ ചെക്കണ്ട് വലുതായിട്ട് കള്ളുകുടി തുടങ്ങിയപ്പോ ഓന അതേറ്റ് ഇങ്ങോട്ട് വരല് തുടങ്ങി. അന്ന് മുതൽ ഉണ്ടായുള്ളതാണ് ഈ കുഴപ്പം. എന്താ അതിന് ഞാൻ പറയാ? അതിന്റെ അമ്മക്ക് എന്തോ പറഞ്ഞു കൊടുത്തോ? പതിരീങ്ങളെ ഞാൻ എന്താ അതിന് പറയാ? എന്താ പറയാ? വെറുതെ പറയാ മോളെ. ഉമ്മ മരിച്ചത് നന്നായി. ഇല്ലെങ്കിലേ നിങ്ങക്ക് അതെന്നേക്കും പറയാനുള്ളത്. ഓള് നല്ല നിലക്കാണ്ട് പോയത് നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ ഇതായിരുന്നു കുഴപ്പം. നിങ്ങളെല്ലാരും കൂടി ആണ്ട് നടത്തുമായിരുന്നു. അതന്നെ ഉണ്ടാവുള്ളൂ. കേറി പോരാൻ നോക്കി. ഓരോ കുരുത്തക്കട് കാട്ടിയതും പോരാ. പടച്ചോനെ, ഞാൻ എന്താ ചെയ്യ? വാപ്പയാണ് തരാൻ. വാപ്പേ നല്ലൊരു കഥ, ഇമ്മാതിരി ഒരു കഥ ദുന്യാവിൽ ഒരാൾക്കുണ്ടാവില്ല.